ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം 4-ാം ദിവസത്തിലേക്ക്. വളരെ മനോഹരമായ ഒരു ജന്മത്തിൻ്റെ ജനനത്തിരുന്നാൾ ഒരുക്കത്തിലാണ് നാം ഓരോരുത്തരും. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം 8 നോമ്പിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഒറ്റ വാക്കുകൊണ്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മാറിയ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നിത്യമായി സഹായമരുളുന്ന നല്ല അമ്മയാണ്. കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈശോ ചൂണ്ടിക്കാട്ടിയത് പരിശുദ്ധ അമ്മയെയാണ്. അന്നു മുതൽ ഇനിയുള്ള കാലമത്രയും നമ്മുടെ ഏത് അവസ്ഥയെയും മറികടക്കാനുള്ള ശക്തി ഈ അമ്മയിൽ നിന്ന് ലഭിക്കും. കുരിശും വഹിച്ചുകൊണ്ടുള്ള കാൽവരി യാത്രയിൽ ശാരീരികമായി തളർന്ന് ഈശോ നിലത്ത് വീഴുകയുണ്ടായി. മുന്നോട്ട് നീങ്ങുവാൻ ശക്തിയില്ലാതെ വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പ്രാർത്ഥനയുമാണ് ഈ മകനെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ സഹായിച്ചത്. അതുപോലെ ഇന്നത്തെ തലമുറയിൽ അമ്മമാരുടെ കണ്ണുനീർ ഒഴുക്കിയ പ്രാർത്ഥന നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ആവശ്യമുണ്ട്. ഏത് പ്രതിസന്ധികളിലും ഈശോയോടും അവൻ്റെ സഭയോടും ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വലിയ ശക്തിയായി നിലകൊള്ളുവാനുള്ള കാരണം ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കാതുകളിൽ സ്വീകരിച്ച് തൻ്റെ ഉദരത്തിൽ സംഹരിച്ച് കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ അതിന് രൂപഭംഗി നൽകിയവളാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും വചനങ്ങൾ ഹൃദയങ്ങളെ സ്വീകരിച്ചും ദൈവസന്നിധിയിലേക്ക് നമുക്കും പറന്നുയരാം. ആദ്യ ഹൗവ സാത്താൻ്റെ വാക്കു ധരിച്ചപ്പോൾ അവൾ മരണം ധരിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഹൗവയായ മറിയം ദൈവവചനം ധരിച്ച് രക്ഷ കൈവരിക്കുകയാണ് ചെയ്തത്. നമുക്കും മറിയത്തിലൂടെ സ്വർഗത്തെ കണ്ടെത്താം. വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഭക്താചാരങ്ങൾക്ക് എന്ത് പ്രശസ്തിയാണ് ഉള്ളത് എന്ന് പലരും ചോദിച്ചേക്കാം. അതിനുത്തരമായാണ് അമ്മയുടെ ഓരോ അത്ഭുത പ്രവർത്തനങ്ങളും നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ വാക്ക് അവസാനം വരെ പാലിച്ചതുപോലെ അമ്മമാരായ നാം ഓരോരുത്തരും ദൈവത്തിന് കൊടുത്ത വാക്കാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും കളങ്കമില്ലാതെ വിശുദ്ധി കൈവിടാതെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന്. വേദനകളും സങ്കടങ്ങളും സഹനങ്ങളും അപമാനങ്ങളും എളിമയോടെ സഹിച്ച് തിരുക്കുടുംബത്തെ കാത്തു സൂക്ഷിച്ച അമ്മയെപ്പോലെ സഹനങ്ങൾ സഹിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ തിരുക്കുടുംബമാക്കി മാറ്റണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ നിയോഗങ്ങളും കരുതി ഓരോ അമ്മമാരും ദിവസവും 153 മണിയും ജപം ചൊല്ലി മാതാവിന് മുമ്പിൽ സമർപ്പിച്ച് ഈ വർഷത്തെ പിറന്നാൾ സമ്മാനമായി ഒരു പൂമാല കോർത്തിടാം. ഏവർക്കും മാതാവിൻ്റെ പിറന്നാൾ ആശംസകൾ.